മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് ഹണി റോസ്. ഹണി റോസിനെ അറിയാത്തവരായിട്ട് ആരുമില്ല. അധികം ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും താരത്തെ അറിയാത്ത മലയാളികൾ വളരെ കുറവാണ്. ഒരു കാലത്ത് ഉദ്ഘാടന വേദികൾ താരമായി തിളങ്ങിയിരുന്ന ഹണി റോസ് സൈബർ ആക്രമണവും വളരെയധികം ഉയർന്നു വന്നിരുന്നു. വസ്ത്രദാനത്തിൻ്റെ പേരിലുള്ള കളിയാക്കലും വിമർശനവും ഒരുപാട് കേട്ടതാണ്. എന്നാൽ അടുത്തിടെയാണ് ഹണി റോസ് ഇതിനെതിരെ രംഗത്ത് വന്നത്. ഓൺലൈൻ അധിക്ഷേപങ്ങൾ നടത്തുന്നവർക്ക് എതിരെ താരം പോലീസ് പരാതിയും നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകുന്നത്. ഇതിൽ ബോബി അറസ്റ്റിലാവുകയും റിമാൻഡിൽ കഴിയുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോഴിതാ വിവാദങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ഹണി റോസ്. ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ അണിക്കെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് താരം മനസ്സ് തുറക്കുന്നത്. മനോരമ ന്യൂസിലെ നേരെ ചൊവ്വ എന്ന പരിപാടിയിലൂടെയാണ് താരം സംസാരിക്കുന്നത്. താൻ നേരിട്ട സൈബർ ആക്രമണത്തെക്കുറിച്ചും പിന്നീട് വിഷാദത്തിലേക്ക് വഴിമാറിയതിനെക്കുറിച്ചൊക്കെ ഹണി റോസ് സംസാരിക്കുന്നുണ്ട്. കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിട്ട ആളാണ് താനെന്നും എൻ്റെ ശരീരഭാഗങ്ങൾ പരാമർശിച്ച് വളരെ മോശം കമൻറ്റുകളും മെസ്സേജുകളും വീഡിയോകളാണ് ഒക്കെ കാണേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പൊതുവെ കുറച്ച് സമാധാനം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഇതൊക്കെ പ്രതികരിക്കാതെ നിന്നതാണ്. എന്നാൽ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടതോടെയാണ് പ്രതികരിക്കാൻ തീരുമാനിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും പിന്നെ കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായത്. പ്രതികരിക്കാത്തതിന് അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും വഴക്ക് കേട്ടിരുന്നു. ഞാൻ നൽകിയ പരാതിക്ക് പൂർണ്ണമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ തീരുമാനത്തെ അഭിനന്ദിക്കാൻ സിനിമാ രംഗത്ത് നിന്ന് ആളുകൾ ഉണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണയും സ്നേഹവും ലഭിച്ചിട്ടുണ്ടെന്നും ഹണി റോസ് പറഞ്ഞു. ആളൊരു പാവം കുട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പലരും തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങും. നേരത്തെ തന്നെ കേസിന് പോയിരുന്നെങ്കിൽ ഈ അടുത്ത് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകില്ല എന്നായിരുന്നു ഹണി റോസ് കൂട്ടിച്ചേർത്തത്. എനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും സിനിമയിൽ നിന്നും വന്നതല്ലെന്നും ഡിപ്രഷൻ ഗുളിക വരെ കഴിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും ഹണി റോസ് വ്യക്തമാക്കി. പല അഭിമുഖങ്ങളിലും ഞാൻ സന്തോഷവതിയായി, പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയാറ്. എന്നാൽ അങ്ങനെ പറയുമ്പോഴും മാനസികമായി ഇതെല്ലാം എന്നെ ബാധിക്കുന്നുണ്ടായിരുന്നെന്നും ഹണി റോസ് കൂട്ടിച്ചേർത്തു. കുറച്ച് ഉത്കണ്ഠ കൂടുതലുള്ള ആളാണ് ഞാൻ. പക്ഷെ ഉള്ളിലൊരു പോരാളി ഉണ്ട്. അതുകൊണ്ട് അവസാനം വരെ പോരാടാൻ തീരുമാനിച്ചപ്പോൾ മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയാണ് തോന്നിയെന്നും ഹണി റോസ് കൂട്ടിച്ചേർത്തു.